നമുക്ക് ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരൊറ്റ വചനമേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊരു കാരുണ്യമുള്ള ഹൃദയത്തിൻ്റെ വാക്താവണം, നിങ്ങളൊരു നല്ല മനുഷ്യനാവണം. ഇതാണ് ഖുർആൻ്റെ ആദ്യത്തെ പാഠം. എല്ലാ അധ്യായത്തിലും എല്ലാ പേജിലും ഖുർആൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു റഹ്മാനും റഹീമുമാവണം, നിങ്ങളൊരു റഹ്മാനാവണം. ഒരിക്കലും നിങ്ങളൊരു ചെകുത്താനാവരുത്. ചെകുത്താൻ പൈശാചിക മനസ്സ് ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളൊരു റഹ്മാൻ ആയി മാറണം. ഇതാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങളും മനസ്സ് നന്നാക്കാനുള്ള പാഠങ്ങളാണ്. എങ്ങനെ നമുക്ക് പൗരബോധമുള്ള, സാമൂഹ്യബോധമുള്ള, ധർമ്മബോധമുള്ള ഒരു വ്യക്തിയാവാം, ഒരു മനുഷ്യന് എങ്ങനെ ഒരു നല്ല വ്യക്തിയാവാം, എങ്ങനെ ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല രാഷ്ട്രം ഉണ്ടാക്കാം. ഇതാണ് ഖുർആൻ മുഹമ്മദ് നബിയും ലോകത്തെ പഠിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന മതം മുആവിയ രൂപം നൽകിയത്. അത് നബിയുടെ മരണം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ദുരന്തം അരങ്ങേറിയത്. ശത്രു ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാനും വേട്ടയാടുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലാഹു അക്ബർ എന്ന പദം ഖുർആനിൽ ഇല്ലാത്ത പദം. ഇതാണ് അറബിസത്തിൻ്റെ ആകത്തുകയായിട്ട് ഇവർ പഠിപ്പിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥനയിൽ, സലഫികളുടെ പ്രാർത്ഥനയിൽ ഇവർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക ചെയ്യുക. ബിസ്മിയാണ് കട്ട് ചെയ്യും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്നാണ്. ഇതൊക്കെയാണ് അബൂ ഹുറൈറ പഠിപ്പിച്ച നിയമങ്ങൾ. ഇസ്ലാമിൻ്റെ ആകത്തുകയായ, ഇസ്ലാമിൻ്റെ മുഖമുദ്രയായ, അതേപോലെ തൗഹീദിൻ്റെ ചിഹ്നമായ ബിസ്മി ഖുർആനിൽ നിന്ന് ഇവർ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കി. അതിൽ നിന്ന് കിട്ടുന്ന 6 പാഠങ്ങൾ: നിങ്ങൾ കരുണ കാണിക്കണം, അറിവ് നേടണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, അങ്ങനെ നിങ്ങൾ സത്യസന്ധനാവണം, അങ്ങനെ നിങ്ങൾ ഒരു ധാർമ്മികതയുടെ വാക്താവണം. ഈ 6 പാഠങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. പക്ഷേ ഇതൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ നമ്മുടെ പള്ളിയിൽ പഠിപ്പിക്കുന്നില്ല. ഈ 6 കാര്യങ്ങളുടെ നമ്മുടെ പള്ളി മദ്രസകളിലോ അറബി കോളേജിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ 6 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, ഒരു സാമൂഹ്യ ജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കണം. അതാണെന്ത്? സലാത്ത്. അതിൻ്റെ ആദ്യപടിയായിട്ട് നിങ്ങൾക്ക് ഫാത്തിഹ ഓതിയിട്ട് ഞാൻ എപ്പോഴും സത്യത്തോടും നീതിയോടും ധർമ്മത്തോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു പ്രാർത്ഥന നടത്താം. അതാണ് ഫാത്തിഹ. ഖുർആനിലെ പ്രാർത്ഥന ഫാത്തിഹ ഖുർആനിലുണ്ട്. എന്നാൽ ഇവർ പഠിപ്പിച്ചെന്താണ്? 5 നേരം അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞൊരു ബിംബാരാധന നടത്തണമെന്നാണ്. അതൊരു ബിംബാരാധനയാണ്. അല്ലാതെ അള്ളാഹു അറേബ്യയിലുണ്ട് എന്ന് കരുതിയാൽ അതിൻ്റെ പേരാണ് ബിംബാരാധന. അള്ളാഹു അറേബ്യയിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അറബിയിലേക്ക് തിരിയലാണ് എങ്കിൽ അങ്ങനെ നിസ്കരിച്ചെങ്കിലേ നമസ്കാരം ശരിയാവുള്ളൂ എന്നാണ് പറയുന്നത്. അത്തരം ചിന്തയുടെ പേരാണ്, അത്തരം ചിന്താഗതിയുടെ പേരാണ് ദൈവനിന്ദ. അതാണ് ശിർക്ക്. ഖുർആനിൽ ഇല്ലാത്ത നിയമം അള്ളാഹിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക. ഇവർ ഖുർആൻ പഠിപ്പിക്കുന്ന, നബി പഠിപ്പിച്ച നിങ്ങൾ കരുണ കാണിക്കണം, നിങ്ങൾ അറിവ് നേടണം, നിങ്ങൾ കർമ്മം ചെയ്യണം, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിക്കണം, ഇതൊന്നും ഒരു ഇസ്ലാം കാര്യമായിട്ടോ ഈമാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിട്ടോ പഠിപ്പിച്ചില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികതയുടെ വാക്താവുക, ലോക സാഹോദര്യത്തിൻ്റെ വാക്താവുക. ഇതാണ് ഖുർആനിൽ നിന്ന് കിട്ടുന്ന 6 പാഠങ്ങൾ, മഹത്തായ 6 പാഠങ്ങൾ. ഒരു 5 വർഷം മുമ്പ് ഇതിനെ 10 കൽപ്പനകളായി നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അതായത് അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, അലസനാവരുത്, പിശുക്കനും ധാരാളിയുമാകരുത്, യാതൊരുവിധ അക്രമവും അനീതിയും ചെയ്യരുത്, വിധിയിൽ വിശ്വസിക്കരുത്, മതവിശ്വാസിയാവരുത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, ഒരിക്കലും നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും പണയം വെക്കരുത്, നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും പണയം വെക്കരുത്, എപ്പോഴും ശാസ്ത്രത്തിൻ്റെ കൂടെ പോകണം, അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവണം. അതായത് ഒരു നല്ല മനുഷ്യരാവാൻ വേണ്ട പാഠങ്ങളെ ഖുർആനിലുള്ളൂ. ഞാൻ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് പലപ്പോഴും അത് ബുദ്ധി ഉപയോഗിക്കണം, ശാസ്ത്രത്തിൻ്റെ പുറകെ പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. സത്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു മനുഷ്യ മനസ്സ്, നല്ലൊരു മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഒരു നല്ല ബുദ്ധിയുള്ള, നല്ല ചിന്തയുള്ള, ബൽ ഹുവ ആയത്തുൻ ബയ്യനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. ഖുർആനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞാണ്, ഇത് വിവരമുള്ളവൻ്റെ മനസ്സിൽ ഞാൻ ഈ വേദം ഭദ്രമാക്കിയിട്ടുണ്ടെന്ന. ബൽ ഹുവ ആയത്തുൻ ബയ്യനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. വിവരമുള്ളവൻ്റെ മനസ്സിൽ അവൻ്റെ ബുദ്ധിയിൽ ഞാൻ ഈ വേദം ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള. അതായത് നമ്മുടെ ശുദ്ധബോധമാണ്, നമ്മുടെ വേദമാണ് ഖുർആൻ, നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിയാണ് ഖുർആൻ. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആൻ വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഖുർആൻ വായിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. കാരണം എന്താണ് ഖുർആൻ? ഇതൊരു കടങ്കഥ പോലെയാണ്. ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കടങ്കഥ എളുപ്പമായി. പക്ഷേ ഇതുപോലെ ഖുർആൻ എന്തിനാണ്, ഖുർആൻ എന്താണ് നമ്മുടെ റബ്ബായിട്ട് ഖുർആൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സാക്ഷിയാണ്.
ഈ 6 പാഠങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെ ജാതി മത ചിന്തകളിൽ നിന്ന് വിട്ടുനിന്ന് മാനവികതയുടെ വക്താവാവുക. ഇതാണ് ഖുർആനിലെ 6 പാഠങ്ങൾ. പക്ഷേ ഇതിന് പകരം നമ്മൾ പഠിപ്പിച്ചത് അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കണം, പിന്നെ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു 6 പാഠങ്ങൾ നമുക്കറിയാലോ. പക്ഷെ ഇതൊന്നും ഖുർആനിലുള്ളതല്ല. ഇവരുടെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നാൽ അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തില്ല. എന്നാൽ നിങ്ങൾ കാരുണ്യവും കാണിച്ചാൽ, കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങളുടെ അയൽക്കാരോട് കാരുണ്യം കാണിച്ചാൽ, അതേപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ, നിങ്ങളുടെ നാട്ടുകാരോട് കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അള്ളാഹു മാക്കും അയനമാക്കും. എന്നാൽ ഇവർ പറഞ്ഞ എന്താണ്? 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു അറേബ്യയിലുണ്ടെന്നാണ്. അതുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണ് സലാത്ത്. അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല. നിങ്ങൾ 5 നേരം ബാങ്ക് വിളിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തില്ല. നിങ്ങൾ ചേലാകർമ്മം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തില്ല. അങ്ങനത്തെ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നേയില്ല. എന്നാൽ നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ഒരു അൽ അമീനായാൽ, നിങ്ങളൊരു സത്യസന്ധനായാൽ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്താൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇവർ പഠിപ്പിച്ചെന്താണ്? ഒരു മാസം പകൽ പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ടെന്ന. അള്ളാഹു എന്ന ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന ഖുർആൻ പറയുന്നത്. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹു എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിലുള്ള ശക്തി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമുക്കറിയാം, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അള്ളാഹു അക്ബർ എന്ന പ്രയോഗം ഖുർആനിലില്ല. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിലില്ല. നമ്മുടെ ഇന്നത്തെ ബാങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദം കാണുന്നേയില്ല. കാരണം ബിസ്മിൽ നിന്നാണ് ഈ 6 അടിസ്ഥാന പാഠങ്ങൾ വരുന്നത്. എന്നാൽ ബാങ്കിൽ അതൊരു വിളിച്ചു പറയില്ല. അവരാകെ അറബിസത്തിൻ്റെ പ്രതീകമായ അള്ളാഹു അക്ബർ മാത്രമേ വിളിച്ചു പറയുള്ളൂ. അറബി ഗോത്രങ്ങൾ യുദ്ധം ചെയ്യാനും ശത്രു ഗോത്രങ്ങളെ എതിർക്കാനും, അതേപോലെ ശത്രു ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാനും വേട്ടയാടുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന അള്ളാഹു അക്ബർ എന്ന പദം ഖുർആനിൽ ഇല്ലാത്ത പദം. ഇതാണ് അറബിസത്തിൻ്റെ ആകത്തുകയായിട്ട് ഇവർ പഠിപ്പിക്കുന്നത്. ഇവരാകെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ അറബിയിലേക്ക് തിരിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, ചടങ്ങ് പ്രാർത്ഥന നടത്തണം, എന്നല്ലെങ്കിൽ എല്ലാ പാപവും അള്ളാഹു പുറത്തു വരും. ഇതാണ് ഖുർആനിലെ സലാത്തും ഇസ്ലാം മതത്തിലെ സലാത്തും. ഇസ്ലാമിലെ സലാത്തും ഇസ്ലാം മതത്തിലെ സലാത്തും. ഈ 5 നേരം നമസ്കാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിന് പകരം വെച്ചതാണ്. നമ്മുടെ ഭരണഘടനയാണിത് ഖുർആൻ. ഈ ഗ്രന്ഥം ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് നിങ്ങളുടെ ഭരണഘടന, അള്ളാഹുവിൻ്റെ ഭരണഘടന. നിങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഈ 6 പാഠങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയാവുക. അങ്ങനെയാണ് നമ്മൾ ജാതി മത ഗോത്ര ചിന്തകളില്ലാതെ ലോക സഹോദര്യത്തിൻ്റെ വാക്താവുക. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠങ്ങൾ. എന്നാൽ ഇതൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ പഠിപ്പിക്കാതെ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭരണഘടന മുറുകെ പിടിച്ച് നിങ്ങൾ സലാത്ത് ചെയ്യൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന് പകരം ഇവർ പഠിപ്പിച്ചെന്താണ്? നിങ്ങൾ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ശരിക്കും നമ്മുടെ ഖിബ്ല ഇതാണ്, ഖുർആനാണ്. എന്തായിരിക്കണം നമ്മുടെ നിലപാട്? നമ്മുടെ ദിശാബോധം, നമ്മുടെ നിലപാട് എന്നും സത്യം പറയുക, എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുക, എപ്പോഴും കർമ്മം ചെയ്യുക, എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുക, കാരുണ്യവും സ്നേഹവും ഔദാര്യവും പ്രകടിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഒരിക്കലും അക്രമത്തിൻ്റെയും അനീതിയുടെയും വാക്താവാതിരിക്കുക. അങ്ങനെ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവാവുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഖിബ്ല, ഖുർആൻ പഠിപ്പിക്കുന്ന ഖിബ്ല. പക്ഷേ നമ്മുടെ ഖിബ്ല എന്താണ്? ഇപ്പോൾ അറബികൾ പഠിപ്പിച്ചത്, അബൂ ഹുറൈറ പഠിപ്പിച്ചത് അറേബ്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ്. പണ്ട് ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്ന അബൂ സുഫിയാൻ്റെയും മുആവിയയുടെയും അബൂ ജാഹിലിൻ്റെയും ഒക്കെ അതേ ആ അള്ളാഹുവിനെയാണ് ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരുടെ അള്ളാഹു അല്ലെങ്കിൽ അവരുടെ സത്യവിശ്വാസം അറബികളുടെ അന്ധവിശ്വാസമാണ്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പാഠം. ഇതിനെ നമ്മൾ തിരുത്തണം. ഇപ്പോൾ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ഈ 5 പാഠങ്ങൾ: കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം, അങ്ങനെ മാനവികതയുടെ വാക്താവണം. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കണം, 5 നേരം അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കണം, 5 നേരം അറബിയിലേക്ക് തിരിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം, 5 നേരം ബാങ്ക് കൊടുക്കണം, പിന്നെ 1 മാസം പകലിൽ പട്ടിണി കിടക്കണം, മക്കത്ത് പോയി കല്ല് പെറുക്കും, കല്ല് ചുംബിച്ചൊക്കെ ഹജ്ജ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു തന്നാൽ ഒരു സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കണം. ഇതൊന്നും ഖുർആനിലുള്ളതല്ല. നിങ്ങൾ കരുണ കാണിച്ചാൽ, നിങ്ങൾ അറിവ് നേടിയാൽ, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ പ്രസാദിക്കുന്നൊരു അല്ലാഹു, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ പ്രസാദിക്കുന്നൊരു അല്ലാഹു, അത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അല്ലാഹു മാക്കും അയിനമാക്കും. അതിനു വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതി എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ ആ ഒരു ഐക്യത്തിന് വേണ്ടി അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. നബി അങ്ങനെ ഒരു പ്രതിജ്ഞയും പ്രാർത്ഥനയും എടുത്തിരുന്നു. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇവർ പിന്നീട് ഒരു മതം ഉണ്ടാക്കിയപ്പോൾ കംപ്ലീറ്റ് ഇതൊക്കെയാണ് മറച്ചു വെച്ചു, ഇതിനൊക്കെ മനസ്സൂക്കാക്കി. പകരം ഈ അറേബ്യൻ ആചാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു. നബിയുടെ മരണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയയുടെ രാജഭരണകാലത്താണ് മദീനയിലുള്ള ഖലീഫമാരുടെ ഭരണം അവസാനിപ്പിച്ച് അദ്ദേഹം സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക് ഭരണം മാറ്റി. അങ്ങനെ അമവി ഭരണം, ഉമയ്യദ് ഡൈനാസ്റ്റി, അമവി ഭരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ വ്യതിയാനം വന്നത്. ഇത് എല്ലാ ചരിത്രം നിങ്ങൾ ഖുർആൻ പരിഭാഷകൾ വായിക്കുക, ഹദീസിൻ്റെ കുറേ പരിഭാഷകൾ വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ പോയിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി വായിച്ചു നോക്കൂ. ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി 4 ഘട്ടങ്ങളിലായിട്ട് കാണാം. നബിക്ക് മുമ്പുള്ള പീരീഡ് ഓഫ് ഇഗ്നോറൻസ്, ജാഹിലിയ കാലഘട്ടം. അത് കഴിഞ്ഞ് നബിയുടെ ഒരു 20 വർഷത്തെ കാലഘട്ടം, പിന്നെ നബിയുടെ 4 ഖലീഫമാർ ഭരിച്ച ഒരു മൊത്തം 40 വർഷത്തെ കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ 90 വർഷം ഭരിച്ച ഉമയ്യദ് ഡൈനാസ്റ്റി, അത് കഴിഞ്ഞിട്ട് 500 വർഷം ഭരിച്ച അബ്ബാസിദ് കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് പിന്നെ തുർക്കിയിലെ ഭരണം, പിന്നീട് മുഗൾ ഭരണം, ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നബിയുടെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ആകെ അട്ടിമറിച്ചു, ഇസ്ലാമിനെ ഇസ്ലാം മതമാക്കിയിട്ട് ലോകത്ത് അവതരിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ചേകന്നൂർ മൗലവി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 31 വർഷം കഴിഞ്ഞു. എല്ലാ ജൂലൈ 29 നമ്മളത് മതഭീകരതാ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ മൗലവിക്ക് ശേഷം ഓരോ വാർഷികത്തിലും നമ്മൾ ഖുർആനിൽ നിന്ന് കിട്ടിയ ഒരുപാട് സത്യങ്ങൾ പറയാറുണ്ട്. കാരണം ഖുർആൻ ഒരു തമസ്കരിക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു. ഖുർആൻ വിരുദ്ധമായൊരു മതമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് ആദ്യമായി കാര്യകാരണ സഹിതം നമുക്ക് പറഞ്ഞു തന്നത് ചേകന്നൂർ മൗലവിയാണ്. അന്ന് അദ്ദേഹം അതൊരു 10% കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വധിക്കപ്പെട്ടു. പിന്നീട് നമ്മൾ ഒരു നാഥനില്ലാ പ്രസ്ഥാനമായി കുറച്ചു കാലം നടന്നു. പക്ഷേ പിന്നീട് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയെപ്പോലുള്ള സംഘടനകൾ അവിടെയുണ്ട്. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന കുറേ സംഘടനകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ വളരെയധികം ബന്ധപ്പെട്ടു. അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആശയവിനിമയം നടത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഖുർആനിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ടെന്ന്. അങ്ങനെ നമ്മൾ എല്ലാ വർഷവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇസ്ലാം മതം എന്നത് തീർച്ചയായിട്ടും ഖുർആൻ വിരുദ്ധമായൊരു മതമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, ചേകന്നൂർ മൗലവി പണ്ടേ വളരെ ശക്തിയായി എതിർത്തൊരു മതമായിരുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അത് ഉണ്ടാക്കിയത് അമീർ മുആവിയയും അബൂ ഹുറൈറയുമാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമുക്ക് ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരൊറ്റ വചനമേ ഉള്ളൂ: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നിങ്ങളൊരു കാരുണ്യമുള്ള ഹൃദയത്തിൻ്റെ വാക്താവണം, നിങ്ങളൊരു നല്ല മനുഷ്യനാവണം. ഇതാണ് ഖുർആൻ്റെ ആദ്യത്തെ പാഠം. എല്ലാ അധ്യായത്തിലും എല്ലാ പേജിലും ഖുർആൻ പറയുന്നൊരു കാര്യമാണ്: നിങ്ങൾ ഒരു റഹ്മാനും റഹീമുമാവണം, നിങ്ങളൊരു റഹ്മാനാവണം, ഒരിക്കലും നിങ്ങളൊരു ചെകുത്താനാവരുത്. ചെകുത്താൻ പൈശാചിക മനസ്സ് ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളൊരു റഹ്മാൻ ആയി മാറണം. ഇതാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങളും മനസ്സ് നന്നാക്കാനുള്ള പാഠങ്ങളാണ്. എങ്ങനെ നമുക്ക് പൗരബോധമുള്ള, സാമൂഹ്യബോധമുള്ള, ധർമ്മബോധമുള്ള ഒരു വ്യക്തിയാവാം, ഒരു മനുഷ്യന് എങ്ങനെ ഒരു നല്ല വ്യക്തിയാവാം, എങ്ങനെ ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കാം, എങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാം
എങ്ങനെ ഒരു നല്ല രാഷ്ട്രം ഉണ്ടാക്കാം. ഇതാണ് ഖുർആൻ മുഹമ്മദ് നബിയും ലോകത്തെ പഠിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന മതം മുആവിയ രൂപം നൽകിയത്. അത് നബിയുടെ മരണം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ദുരന്തം അരങ്ങേറിയത്. നമ്മളത് എല്ലാ വർഷവും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങളെയും നമുക്ക് 6 പാഠങ്ങളായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അതിനാ നമുക്ക് 6 ഈമാൻ കാര്യങ്ങളെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികതയുടെ വാക്താവുക, ലോക സാഹോദര്യത്തിൻ്റെ വാക്താവുക. ഇതാണ് ഖുർആനിൽ നിന്ന് കിട്ടുന്ന 6 പാഠങ്ങൾ, മഹത്തായ 6 പാഠങ്ങൾ. ഒരു 5 വർഷം മുമ്പ് ഇതിനെ 10 കൽപ്പനകളായി നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അതായത് അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, അലസനാവരുത്, പിശുക്കനും ധാരാളിയുമാകരുത്, യാതൊരുവിധ അക്രമവും അനീതിയും ചെയ്യരുത്, വിധിയിൽ വിശ്വസിക്കരുത്, മതവിശ്വാസിയാവരുത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, ഒരിക്കലും നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും പണയം വെക്കരുത്, എപ്പോഴും ശാസ്ത്രത്തിൻ്റെ കൂടെ പോകണം, അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവണം. അതായത് ഒരു നല്ല മനുഷ്യരാവാൻ വേണ്ട പാഠങ്ങളെ ഖുർആനിലുള്ളൂ. ഞാൻ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് പലപ്പോഴും അത് ബുദ്ധി ഉപയോഗിക്കണം, ശാസ്ത്രത്തിൻ്റെ പുറകെ പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. സത്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു മനുഷ്യ മനസ്സ്, നല്ലൊരു മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഒരു നല്ല ബുദ്ധിയുള്ള, നല്ല ചിന്തയുള്ള, ബൽ ഹുവ ആയത്തുൻ ബയ്യനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, ഖുർആനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞാണ്, ഇത് വിവരമുള്ളവൻ്റെ മനസ്സിൽ ഞാൻ ഈ വേദം ഭദ്രമാക്കിയിട്ടുണ്ടെന്ന. ബൽ ഹുവ ആയത്തുൻ ബയ്യനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, വിവരമുള്ളവൻ്റെ മനസ്സിൽ അവൻ്റെ ബുദ്ധിയിൽ ഞാൻ ഈ വേദം ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള. അതായത് നമ്മുടെ ശുദ്ധ ബോധമാണ്, നമ്മുടെ വേദമാണ് ഖുർആൻ, നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിയാണ് ഖുർആൻ. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആൻ വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഖുർആൻ വായിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. കാരണം എന്താണ് ഖുർആൻ? ഇതൊരു കടങ്കഥ പോലെയാണ്. ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കടങ്കഥ എളുപ്പമായി. പക്ഷേ ഇതുപോലെ ഖുർആൻ എന്താണ് നമ്മുടെ റബ്ബായിട്ട് ഖുർആൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സാക്ഷിയാണ്. ഈ 6 പാഠങ്ങൾ, കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെ ജാതി മത ചിന്തകളിൽ നിന്ന് വിട്ടുനിന്ന് മാനവികതയുടെ വാക്താവുക. ഇതാണ് ഖുർആനിലെ 6 പാഠങ്ങൾ. പക്ഷേ ഇതിന് പകരം നമ്മൾ പഠിപ്പിച്ചത് അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കണം, പിന്നെ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു 6 പാഠങ്ങൾ നമുക്കറിയാലോ. പക്ഷെ ഇതൊന്നും ഖുർആനിലുള്ളതല്ല. ഇവരുടെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നാൽ അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തില്ല. എന്നാൽ നിങ്ങൾ കാരുണ്യവും കാണിച്ചാൽ, കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിച്ചാൽ, നിങ്ങളുടെ മക്കളോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങളുടെ അയൽക്കാരോട് കാരുണ്യം കാണിച്ചാൽ, അതേപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ, നിങ്ങളുടെ നാട്ടുകാരോട് കാരുണ്യവും സ്നേഹവും കാണിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അള്ളാഹു മാക്കും അയനമാക്കും. എന്നാൽ ഇവർ പറഞ്ഞെന്താണ്? 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു അറേബ്യയിലുണ്ടെന്നാണ്. അതുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണ് സലാത്ത്. അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല. നിങ്ങൾ 5 നേരം ബാങ്ക് വിളിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തില്ല. നിങ്ങൾ ചേലാകർമ്മം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തില്ല. അങ്ങനത്തെ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നേയില്ല. എന്നാൽ നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ഒരു അൽ അമീനായാൽ, നിങ്ങളൊരു സത്യസന്ധനായാൽ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്താൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇവർ പഠിപ്പിച്ചെന്താണ്? 1 മാസം പകൽ പട്ടിണി കിടന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ടെന്ന. അള്ളാഹു എന്ന ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന ഖുർആൻ പറയുന്നത്. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹു എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിലുള്ള ശക്തി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമുക്കറിയാം, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അള്ളാഹു അക്ബർ എന്ന പ്രയോഗം ഖുർആനിലില്ല. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിലില്ല. നമ്മുടെ ഇന്നത്തെ ബാങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പദം കാണുന്നേയില്ല. കാരണം ബിസ്മിൽ നിന്നാണ് ഈ 6 അടിസ്ഥാന പാഠങ്ങൾ വരുന്നത്. എന്നാൽ ബാങ്കിൽ അതൊരു വിളിച്ചു പറയില്ല. അവരാകെ അറബിസത്തിൻ്റെ പ്രതീകമായ അള്ളാഹു അക്ബർ മാത്രമേ വിളിച്ചു പറയുള്ളൂ.
അറബി ഗോത്രങ്ങൾ യുദ്ധം ചെയ്യാനും ഗോത്രങ്ങളെ എതിർക്കാനും ശത്രു ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാനും വേട്ടയാടുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന അള്ളാഹു അക്ബർ എന്ന പദം, ഖുർആനിൽ ഇല്ലാത്ത പദം. ഇതാണ് അറബിസത്തിൻ്റെ ആകത്തുകയായിട്ട് ഇവർ പഠിപ്പിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥനയിൽ, സലഫികളുടെ പ്രാർത്ഥനയിൽ ഇവർ അള്ളാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക ചെയ്യുക. ബിസ്മിയാണ് കട്ട് ചെയ്യും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്നാണ്. ഇതൊക്കെയാണ് അബൂ ഹുറൈറ പഠിപ്പിച്ച നിയമങ്ങൾ. ഇസ്ലാമിൻ്റെ ആകത്തുകയായ, ഇസ്ലാമിൻ്റെ മുഖമുദ്രയായ, അതേപോലെ തൗഹീദിൻ്റെ ചിഹ്നമായ ബിസ്മി ഖുർആനിൽ നിന്ന് ഇവർ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കി. അതിൽ നിന്ന് കിട്ടുന്ന 6 പാഠങ്ങൾ: നിങ്ങൾ കരുണ കാണിക്കണം, അറിവ് നേടണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, അങ്ങനെ നിങ്ങൾ സത്യസന്ധനാവണം, അങ്ങനെ നിങ്ങൾ ഒരു ധാർമ്മികതയുടെ വക്താവാവണം. ഈ 6 പാഠങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. പക്ഷേ ഇതൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ നമ്മുടെ പള്ളിയിൽ പഠിപ്പിക്കുന്നില്ല. ഈ 6 കാര്യങ്ങളുടെ നമ്മുടെ പള്ളി മദ്രസകളിലോ അറബി കോളേജിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ 6 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, ഒരു സാമൂഹ്യ ജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കണം. അതാണെന്ത്? സലാത്ത്. അതിൻ്റെ ആദ്യപടിയായിട്ട് നിങ്ങൾക്ക് ഫാത്തിഹ ഓതിയിട്ട് ഞാൻ എപ്പോഴും സത്യത്തോടും നീതിയോടും ധർമ്മത്തോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു പ്രാർത്ഥന നടത്താം. അതാണ് ഫാത്തിഹ. ഖുർആനിലെ പ്രാർത്ഥന ഫാത്തിഹ ഖുർആനിലുണ്ട്. എന്നാൽ ഇവർ പഠിപ്പിച്ചെന്താണ്? 5 നേരം അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞൊരു ബിംബാരാധന നടത്തണമെന്നാണ്. അതൊരു ബിംബാരാധനയാണ്. അല്ലാതെ അള്ളാഹു അറേബ്യയിലുണ്ട് എന്ന് കരുതിയാൽ അതിൻ്റെ പേരാണ് ബിംബാരാധന. അള്ളാഹു അറേബ്യയിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അറേബ്യയിലേക്ക് തിരിയലാണ് എങ്കിൽ അങ്ങനെ നിസ്കരിച്ചെങ്കിലേ നമസ്കാരം ശരിയാവുള്ളൂ എന്നാണ് പറയുന്നത്. അത്തരം ചിന്തയുടെ പേരാണ്, അത്തരം ചിന്താഗതിയുടെ പേരാണ് ദൈവനിന്ദ. അതാണ് ഷിർക്ക്. ഖുർആനിൽ ഇല്ലാത്ത നിയമം അള്ളാഹിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക. ഇവർ ഖുർആൻ പഠിപ്പിക്കുന്ന, നബി പഠിപ്പിച്ച നിങ്ങൾ കരുണ കാണിക്കണം, നിങ്ങൾ അറിവ് നേടണം, നിങ്ങൾ കർമ്മം ചെയ്യണം, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിക്കണം, ഇതൊന്നും ഒരു ഇസ്ലാം കാര്യമായിട്ടോ ഈമാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിട്ടോ പഠിപ്പിച്ചില്ല. ഇവരാകെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ അറബിയിലേക്ക് തിരിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, ചടങ്ങ് പ്രാർത്ഥന നടത്തണം, എന്നല്ലെങ്കിൽ എല്ലാ പാപവും അള്ളാഹ് പുറത്തു വരും. ഇതാണ് ഖുർആനിലെ സലാത്തും ഇസ്ലാം മതത്തിലെ സലാത്തും, ഇസ്ലാമിലെ സലാത്തും ഇസ്ലാം മതത്തിലെ സലാത്തും. ഈ 5 നേരം നമസ്കാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിന് പകരം വെച്ചതാണ്. നമ്മുടെ ഭരണഘടനയാണിത് ഖുർആൻ. ഈ ഗ്രന്ഥം ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് നിങ്ങളുടെ ഭരണഘടന, അള്ളാഹുവിൻ്റെ ഭരണഘടന. നിങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഈ 6 പാഠങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയാവുക. അങ്ങനെയാണ് നമ്മൾ ജാതി മത ഗോത്ര ചിന്തകളില്ലാതെ ലോക സഹോദര്യത്തിൻ്റെ വാക്താവുക. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠങ്ങൾ. എന്നാൽ ഇതൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ പഠിപ്പിക്കാതെ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭരണഘടന മുറുകെ പിടിച്ച് നിങ്ങൾ സലാത്ത് ചെയ്യൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന് പകരം ഇവർ പഠിപ്പിച്ചെന്താണ്? നിങ്ങൾ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ശരിക്കും നമ്മുടെ ഖിബ്ല ഇതാണ്, ഖുർആനാണ്. എന്തായിരിക്കണം നമ്മുടെ നിലപാട്, നമ്മുടെ ദിശാബോധം, നമ്മുടെ നിലപാട്? എന്നും സത്യം പറയുക, എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുക, എപ്പോഴും കർമ്മം ചെയ്യുക, എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുക, കാരുണ്യവും സ്നേഹവും ഔദാര്യവും പ്രകടിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഒരിക്കലും അക്രമത്തിൻ്റെയും അനീതിയുടെയും വാക്താവാതിരിക്കുക. അങ്ങനെ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവാവുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഖിബ്ല, ഖുർആൻ പഠിപ്പിക്കുന്ന ഖിബ്ല. പക്ഷേ നമ്മുടെ ഖിബ്ല എന്താണ്? ഇപ്പോൾ അറബികൾ പഠിപ്പിച്ചത്, അബൂ ഹുറൈറ പഠിപ്പിച്ചത് അറേബ്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ്. പണ്ട് ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്ന അബൂ സുഫിയാൻ്റെയും മുആവിയയുടെയും അബൂ ജാഹിലിൻ്റെയും ഒക്കെ അതേ ആ അള്ളാഹുവിനെയാണ് ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരുടെ അള്ളാഹു അല്ലെങ്കിൽ അവരുടെ സത്യവിശ്വാസം അറബികളുടെ അന്ധവിശ്വാസമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പാഠം. ഇതിനെ നമ്മൾ തിരുത്തണം. ഇപ്പോൾ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഈ 5 പാഠങ്ങൾ: കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം, അങ്ങനെ മാനവികതയുടെ വാക്താവണം. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കണം, 5 നേരം അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കണം, 5 നേരം അറേബ്യയിലേക്ക് തിരിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം, 5 നേരം ബാങ്ക് കൊടുക്കണം, പിന്നെ 1 മാസം പകലിൽ പട്ടിണി കിടക്കണം, മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചൊക്കെ ഹജ്ജ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു തന്നാൽ ഒരു സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കണം. ഇതൊന്നും ഖുർആനിലുള്ളതല്ല. നിങ്ങൾ കരുണ കാണിച്ചാൽ, നിങ്ങൾ അറിവ് നേടിയാൽ, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ പ്രസാദിക്കുന്ന അല്ലാഹു.
നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ പ്രസാദിക്കുന്നൊരു അള്ളാഹു. അത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അള്ളാഹു മാക്കും അതിനമാക്കും. അതിനു വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതി എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ ആ ഒരു ഐക്യത്തിന് വേണ്ടി അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. നബി അങ്ങനെ ഒരു പ്രതിജ്ഞയും പ്രാർത്ഥനയും എടുത്തിരുന്നു. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇവർ പിന്നീട് ഒരു മതം ഉണ്ടാക്കിയപ്പോൾ കംപ്ലീറ്റ് ഇതൊക്കെയാണ് മറച്ചു വെച്ചു, ഇതിനൊക്കെ മനസ്സൂക്കാക്കി പകരം ഈ അറേബ്യൻ ആചാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു. നബിയുടെ മരണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയയുടെ രാജഭരണകാലത്താണ് മദീനയിലുള്ള ഖലീഫമാരുടെ ഭരണം അവസാനിപ്പിച്ച് അദ്ദേഹം സിറിയയിലേക്ക് ഡമസ്കസിലേക്ക് ഭരണം മാറ്റി. അങ്ങനെ അമവി ഭരണം, ഉമയ്യദ് ഡൈനാസ്റ്റി, അമവി ഭരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ വ്യതിയാനം വന്നത്. ഇത് എല്ലാ ചരിത്രം നിങ്ങൾ ഖുർആൻ പരിഭാഷകൾ വായിക്കുക, ഹദീസിൻ്റെ കുറേ പരിഭാഷകൾ വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ പോയിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി വായിച്ചു നോക്കൂ. ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി 4 ഘട്ടങ്ങളിലായിട്ട് കാണാം. നബിക്ക് മുമ്പുള്ള പീരീഡ് ഓഫ് ഇഗ്നോറൻസ്, ജാഹിലിയ കാലഘട്ടം. അത് കഴിഞ്ഞ് നബിയുടെ ഒരു 20 വർഷത്തെ കാലഘട്ടം. പിന്നെ നബിയുടെ 4 ഖലീഫമാർ ഭരിച്ച ഒരു മൊത്തം 40 വർഷത്തെ കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ 90 വർഷം ഭരിച്ച ഉമയ്യദ് ഡൈനാസ്റ്റി. അത് കഴിഞ്ഞിട്ട് 500 വർഷം ഭരിച്ച അബ്ബാസിദ് കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ തുർക്കിയിലെ ഭരണം, പിന്നീട് മുഗൾ ഭരണം. ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നബിയുടെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ആകെ അട്ടിമറിച്ചു. ഇസ്ലാം മതമാക്കിയിട്ട് ലോകത്ത് അവതരിപ്പിച്ചു. അതാണ് ഞാനൊരു ബുക്കിലെറ്റായിട്ട് ഒരു ചെറിയ ലഘുലേഖയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വ്യത്യാസം നമ്മൾ ഓർത്തിച്ചാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഈ 6 കാര്യങ്ങൾ: കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം, എന്നിട്ട് ജാതി മത ഗോത്ര ചിന്തകളില്ലാണ്ട് ഒരു ഗോത്രം ആചരിക്കാനേ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ നമുക്ക് കാണാം ജൂതന്മാരെ വിമർശിക്കുന്ന ധാരാളം ആയത്തുകൾ, ക്രിസ്ത്യാനികളെ വിമർശിക്കുന്ന ധാരാളം ആയത്തുകൾ. അതേസമയം ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വാനോളം പുകഴ്ത്തുന്ന ആയത്തുകൾ കാണാം. അവരുടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ ഒരുപാട് അവർ ചെയ്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വാനോളം പുകഴ്ത്തുന്ന വചനങ്ങൾ ഖുർആനിലുണ്ട്. അതേസമയം അവരുടെ സ്വമത സത്യവാദം, അവരുടെ ഭീകരവാദം, അവർ ചെയ്യുന്ന ചൂഷണങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഖുർആനിലുണ്ട്. അല്ലാതെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളും വെറുക്കണമെന്ന് ഖുർആനിൽ എവിടെയില്ല. പക്ഷേ ഇവരുടെ പരിഭാഷയിൽ നബി ഒരു വഷളനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കുറേ കാലത്ത് പഠനത്തിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മൾ അക്കമിട്ടിട്ട് പറയാണ്. ഒരു മതം ആചരിക്കുക എന്നത് സത്യത്തിൽ ശിർക്കാണ്. മതം ഒരു ഐഡൻറ്റിറ്റിക്ക് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് 1ാം സ്ഥാനം കൊടുക്കുന്നത് അപകടമാണ്. ഇപ്പം മുസ്തഫ മൗലവിക്ക് മുമ്പ് നമുക്കിവിടെ ചേകന്നൂർ മൗലവി സർവമത സത്യവാദം പറഞ്ഞിരുന്നു. പക്ഷേ മുസ്തഫ മൗലവി ഇപ്പം സർവമത സത്യവാദം പറയുന്നുണ്ട്. അപ്പോഴത് മുജാഹിദുകൾ പറയുന്നു അങ്ങനെ മുസ്തഫ മൗലവി എന്നല്ല പറഞ്ഞു, മുസ്തഫ അങ്ങനെ പറയേണ്ടെന്നാണ് പറഞ്ഞു. ഇത് എല്ലാ മതങ്ങളും സത്യമെന്ന് പറയാൻ പാടില്ല എന്ന്. അതായത് 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കൽ മാത്രമാണ് ശരിയെന്നാണ് ഇവരുടെ വിശ്വാസം. ഇങ്ങനെ ഒരു വിഭാഗം നബിക്കെതിരായിട്ട് ഹദീസുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അത് പഠിക്കുന്ന ഒരു വിഭാഗം എവിടെയുണ്ട്? മദ്രസയിലുണ്ട്. അവരാണ് വർഗീയവാദവും ഭീകരവാദികളായിട്ട് മാറുന്നത്. ഇത് നമ്മൾ കണ്ടെത്തണം. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കലാണ്, തർക്കസ്ഥലാത്താണ്. അത് മൗലവി കളിയാക്കിയിട്ട് ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചാൽ തന്നെ മനസ്സിലാവും. മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണെന്നാണ്. അപ്പോൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടോ? ഓ മുസ്ലിം. 5 നേരം നിസ്കരിക്കുന്നില്ലേ? ഓ കാഫിർ. നിങ്ങൾ കരുണ കാണിക്കേണ്ട, അറിവ് നേടണ്ട, കർമ്മം ചെയ്യേണ്ട, സത്യവും നീതി മുറുകെ പിടിക്കേണ്ട, സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ട, ജാതി മത ഗോത്ര വ്യത്യാസമില്ലാതെ മാനവരാശി ഒരു കുടുംബമായി കാണണ്ട, ആകെ നിങ്ങളൊരു അബൂജാഹിലായ മതി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ല, ഒരു ഹദീസുകൾ പറയുന്നത്, ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആകെ ഒരു അബൂജാഹിലായ മതി, ഒരു വിവരം കെട്ടവനാവുക. അപ്പോൾ മുസ്തഫ മൗലവി ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. മുസ്തഫ മൗലവി വിമർശിച്ചുകൊണ്ട് ഈ വിസ്റ്റം ഗ്രൂപ്പിലെ ചില മൗലവിമാരിങ്ങനെ വലിയ ചർച്ച, 3 പേര്. അദ്ദേഹം പറയുന്നു ഇസ്ലാം എല്ലാ മതങ്ങളും ശരിയാണെന്ന്. അങ്ങനെ എല്ലാ മതവും ശരിയാവുക? അവർക്ക് വിവരമുണ്ടോ ചോദിക്കുകയാണ്. ഇതാണ് ഇവരുടെ മനസ്സിലുള്ള വർഗീയതയാണിത്. ഇവരുടെ മനസ്സിലുള്ള വർഗീയതയാണ്. അവർ ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്ന കുറേ മൗലവിമാരുണ്ട്. സുന്നി, മുജാഹിദ്, ജമാഅത്ത് മൗലവിമാർ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇത് ഒഴിവാക്കി പഠിപ്പിക്കുന്നത്. പക്ഷേ ചില മൗലവിമാർ ഇത് അപ്പടി തന്നെ പഠിപ്പിക്കും. ചെറിയ കുട്ടികളെ ചെറുപ്പത്തിലേ പഠിച്ചിട്ട് വലുതാവുമ്പോൾ അവർ വർഗീയവാദികളായിട്ട് മാറും. അതുകൊണ്ട് ഈ വർഗീയതയുടെ അടിസ്ഥാനം ഈ പഠനമാണ്. ഖുർആൻ വിരുദ്ധമായ ഹദീസുകളുടെ കടന്നുകയറ്റമാണ് ഈ വർഗീയതയുടെയും ഭീകരവാദത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം നമ്മൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ഫോർവേഡ് ബ്ലോക്ക് എന്നിട്ട് നമ്മളൊരു
സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മളതിൽ ഓതി ഒപ്പിടും. 5 നേരത്തെ നമസ്കാരം 5 നേരം നമസ്കരിക്കണമെന്നത് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ലെന്നും അത്തരം ഒരു വാദം ഖുർആനികമല്ലെന്നും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ സ്വാധീനത്തിൽ ഞാൻ പെടുകയില്ലെന്നും ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു ഒപ്പിട്ടിട്ട് നമ്മളെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഇതുവരെ എവിടുന്ന് വരുന്ന നമുക്ക് അറിഞ്ഞൂടാ. മദ്രസയിൽ നിന്ന് ഈ ഭാഗം പഠിച്ചിട്ടാണ് വരുന്നെങ്കിൽ അവൻ വർഗീയവാദിയാവും. ഫേസ്ബുക്കിലൊക്കെ നമ്മളിത് എഴുതുമ്പോഴേക്കും അവർ 5 നേരം നമസ്കാരത്തെ എതിർക്കുന്നവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇപ്പോൾ മുസ്തഫ മൗലവിയെ തന്നെ വിമർശിക്കുന്നുണ്ട് ഈ വിസ്ഡം ഗ്രൂപ്പിൻ്റെ ആൾക്കാർ. എല്ലാം ശരിയൊന്നുമല്ല, അങ്ങനെ എല്ലാം ശരിയാവുക. 5 നേരം അറബിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ മാത്രമാണ് ശരിയെന്നാ. എന്നാൽ നബി പഠിപ്പിച്ച സലാത്ത് എന്താണ്? നിങ്ങൾ ഈ അഞ്ച് ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം, ഇതാണ് ഖുർആനിലെ സലാത്ത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുക, ഒരു പ്രാർത്ഥനയാ കൊടുത്ത് ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും തരാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല. വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഖുർആൻ. ഖുർആനിൽ അള്ളാഹു അതാ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അതൊക്കെ ഇവിടെ ഉണ്ടോ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക, എന്നിട്ട് കർമ്മ ചെയ്യ്, നിങ്ങൾക്ക് കിട്ടുന്ന ഖുർആൻ പറഞ്ഞത്. വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ വളരെ ചെറിയൊരു സ്ഥാനമേ ഉള്ളൂ. അതൊരു നല്ല സംസ്കാരമാണെന്ന് മാത്രം. അതൊരു നല്ല, നമുക്ക് ഒരാൾക്ക് വിഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ചടങ്ങ് പ്രാർത്ഥനകളും ശിർക്കാണ്. എല്ലാ ചടങ്ങ് പ്രാർത്ഥനകളും ശിർക്കാണ്. അത് വലിയ ഐഡൻറ്റിറ്റി ആയിട്ട് ഇവർ കാണുന്നുണ്ട്. അവർ കാട്ടുന്ന കാര്യമില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സംസ്കാരം നമ്മൾ പുറത്ത് കാണിക്കണം എന്നാണ്. നമ്മുടെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സത്യസന്ധനായിരിക്കണം, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകണം, നല്ല കൾച്ചർ, നല്ല സംസ്കാരമുള്ളവരായിട്ട് മാറണം, എപ്പോഴും സത്യം പറയുക എന്നതായിരിക്കണം നമ്മുടെ നിലപാട്, എപ്പോഴും കർമ്മം ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. ഇതാണ് നമ്മുടെ നിലപാട്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്. ഇവരതല്ല പറഞ്ഞു, നിങ്ങൾ 5 നേരം അറബിയിലേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അതുകൊണ്ട് എല്ലാ പാപങ്ങളും ദൈവം പുറത്തു വരുന്ന. അപ്പോൾ ഇത്തരം ഒരു ഇസ്ലാം മതത്തെക്കുറിച്ച്, ഇപ്പോൾ ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം ഈ 5-6 പോയിന്റുകൾ ഓർത്തിച്ചാൽ മതി. അള്ളാഹു അക്ബർ ഓർക്കുക, അതിന് നേരെ 5 നേരത്തെ നമസ്കാരം, 5 നേരത്തെ വാങ്കുവിളി, 1 മാസത്തെ പകൽ പട്ടിണി, മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചൊക്കെയുള്ള ഹജ്ജ്, അതേപോലെ ശേലാകർമ്മം, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് മുമ്പ്, അതൊക്കെ ഒരു സൈഡിൽ എഴുതി വെക്കുക. ഒരു ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, ജാതി മത ഗോത്ര ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു മതം ആചരിക്കാനേ പാടില്ല ഖുർആന്റെ പ്രകാരം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ. ആര് ഈ ദൈവിക ധർമ്മങ്ങൾ മുറുകെ പിടിക്കുന്നുവോ, അവൻ ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ഹിന്ദുമതക്കാരനാവട്ടെ, സാബിയാവട്ടെ, ആരാവട്ടെ, ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എൻഡ് റിസൾട്ട്, ഒരു അല്ലാഹിറ, നിങ്ങൾക്കൊരു നല്ലൊരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരൊന്നും ഭയപ്പെടേണ്ട, അവർക്ക് ഞാൻ എല്ലാം നൽകുന്ന. എന്നാൽ ഇവർ ഈ ഗ്രന്ഥം ഖുർആൻ മൻസൂഖാക്കി, ദുർബലപ്പെടുത്തി, ഈ വചനവും ദുർബലപ്പെട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ദുർബലക്കം ഈ ഹദീസ് ഒന്നുകൂടി ദുർബലപ്പെട്ടു എന്നാ. ഇങ്ങനെയാണ് ഹദീസുകൾ കൊണ്ട് ഖുർആനെ ദുർബലപ്പെടുത്തുന്ന പരിപാടിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അങ്ങനെ കംപ്ലീറ്റ് ഖുർആൻ ദുർബലപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ മതമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അപ്പോൾ ബിസ്മി ഓർക്കുക, 6 ധർമ്മങ്ങൾ ഓർക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഒരു സലാത്ത് ഓർക്കുക. അതാണ് സലാത്ത്. അങ്ങനെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം തന്നെ, അതാണ് ഭരണഘടന, നമ്മുടെ ഭരണഘടന. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു നല്ല സമൂഹമായിട്ട് മാറണം. ഇതാണ് നമ്മുടെ സലാത്ത്. അതിൻ്റെ മറ്റേത് ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു മതം ആചരിക്കുക എന്നുള്ളതാണ്. അത് ഖുർആനോ മുഹമ്മദ് നബിയോ പഠിപ്പിച്ചതല്ല. അപ്പോൾ എൻ്റെ വിഷയം ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികൾ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ കുറച്ച് പേരുള്ള ഇവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇവിടെ വന്നിട്ട് നമ്മളെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയതിന് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.